വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാറില്ല. എക്സാമൊക്കെ ആയതുകൊണ്ടിട്ടാണ് വീഡിയോസൊക്കെ ഇടാനായിട്ട് കുറേ ലാഗ് വന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കൂ. MD സെമിനാരി നമുക്കവിടെ സ്പോർട്സിൻ്റെ നമ്മുടെ നേഴ്സസ് ഡേയുടെ ഭാഗമായിട്ട് സ്പോർട്സിൻ്റെ പരിപാടി നടക്കുവാണ്. അപ്പോൾ നമ്മൾ സ്പോർട്സിനൊക്കെ പങ്കെടുക്കാൻ പോകും. നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ബാക്കി കുറേ അപ്ലോഡ് ചെയ്യും. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നേഴ്സസ് ഡേ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പോർട്സ് ഐറ്റംസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7:30-8 മണിയായപ്പോൾ തന്നെ MD സെമിനാറിലെത്തി. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മളവിടെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഡേ സ്കോളേഴ്സ് കുറച്ച് പേരൊക്കെ വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്ന സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് ആയിട്ട് കിട്ടിയൊരു ഇൻവിറ്റേഷൻ. അപ്പോൾ നമ്മളിവിടെ എത്തി, കുറച്ച് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവരും കൂടി എത്തിയിട്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ ഇവിടെ ചുറ്റുപാടൊക്കെ കാണാൻ നടക്കുക. പക്ഷെ നല്ല സ്ഥലമാണ് ലേഡി, നല്ല സ്കൂളാണ്, നല്ല ആംബിയൻസ്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ പറയുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അവൾമാരുടെ രണ്ടുപേരെയും രാത്രി പെട്ടെന്ന് സെറ്റാക്കിയതായിരുന്നു. തലേ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ് അവരെ. അപ്പോൾ അതാണ് നമ്മൾ സർപ്രൈസ് ഇൻവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗൈസ് നമ്മുടെ പരിപാടിയൊക്കെ എല്ലാവരും വന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ മാർച്ച് ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും പോയി അസംബ്ലി ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ അവിടെ നമ്മുടെ ഓരോ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മുടെ മത്സരങ്ങളൊക്കെ ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് ഇവിടെ നിൽക്കുക. നമ്മുടെ പരിപാടി എത്തിയിട്ടില്ല. അല്ലേ, മധുരമയുടെ 100 മീറ്റർ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഹീറ്റ്സിൽ 3rd. ഇനി അറിയത്തില്ല, നമുക്ക് ബാക്കിയൊക്കെ പുറകെ അറിയാം. ഇനി എൻ്റെ ഡിസ്കസ് ത്രോ ഉണ്ട്, പിന്നെ എന്തോ അടിയുള്ള റിലേ ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട് ഗൈസ്. ഇത് 3 ഉണ്ട്. ഒന്നും ആയിട്ടില്ല. ഇപ്പോഴാണ് ചെറിയ റീലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് വെയിലൊന്നൊരു പ്രശ്നമല്ല, അത് വേറെ കാര്യം. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഗൈസ്. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഷൈൻ എന്തിനാ പോയിക്കണേ? ജാവലിന് പോയിട്ടുണ്ട്. ഇപ്പം അതവിടെ ജാവലിൻ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഷൈനാണ് ജാവലിന് അറിയുന്നത്. അപ്പോൾ അവൻ ഫസ്റ്റ് ടൈമാണ് അറിയുന്നത്. പ്രാക്ടീസും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് അതൊന്ന് ഫൗളായി പോയിട്ടുണ്ടായിരുന്നു. അത്രയും വിചാരിച്ച രീതിക്ക് അറിയാൻ പറ്റിയില്ല. അങ്ങനെ സോ എന്തായാലും അവൻ നല്ല രീതിക്ക് തന്നെ ട്രൈ ചെയ്തു. സോ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേഴ്സിംഗ് സ്റ്റാഫുകളുടെ റേസും കാര്യങ്ങളൊക്കെ എല്ലാ പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അമ്മച്ചി എല്ലാവരെയും തകർത്തുകൊണ്ട് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. സോ ഇവിടെ ഏജ് ഈസ് നോട്ട് എ പ്രോബ്ലം എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരുടെ റേസും ജാവലിനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത റേസായിരുന്നു ബോയ്സിൻ്റെ. അപ്പോൾ ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അബീൻ, മാഹിൻ, സബിൻ, ഡെന്നീസ് ഇവരൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അവർ നല്ല രീതിക്ക് ട്രൈ ചെയ്തെങ്കിലും നമുക്ക് പ്രാക്ടീസിൻ്റെ ആ ഒരു കുറവ് കൊണ്ടിട്ട് നമുക്ക് വിചാരിച്ച അത്രയും നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല. എന്നാലും അവരവരുടെ മാക്സിമം എഫോർട്ട് ഇട്ട് ചെയ്തു. പിന്നെ ഗായ്സ് ഇതിലാണെങ്കിലും ഞങ്ങൾ എല്ലാ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു തിരക്കിലായതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് തന്നെയാണെങ്കിലും മധുരമയുടെ 100 മീറ്റർ റേസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗേൾസിൻ്റെ റിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് 3rd കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ ആ ഒരു അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അതിൽ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടുള്ള കാര്യമൊക്കെ മറന്നു. ഇത് കഴിഞ്ഞ് വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് തന്നെ. അങ്ങനെ അതുകൊണ്ട് എല്ലാ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റും അവർ നമുക്ക് ഓടി എത്തിക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ഗൈസ്. ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, പിന്നെന്താ 100 മീറ്റർ റേസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നേഴ്സിംഗ് സ്റ്റാഫ് നമ്മുടെ ക്യാൻഡിൽ റേസിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഫിനിഷ് ചെയ്തുവെങ്കിലും അവസാനമാണെങ്കിലും പതിയെ അത് കെട്ടുപോകാതെ ഫിനിഷ് പോയിന്റിൽ എത്തിച്ചു. അങ്ങനെ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പോർട്സ് ഒക്കെ നല്ല വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും നല്ല മടുത്ത ഇതായിട്ടിരിക്കുകയാണ്. നമുക്ക് റിലേക്ക് ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലായിരുന്നു. അതെ, ഫൗളായി പോയി. എന്റെ ഡിസ്കസ് ഫൗളായി പോയി. ഷൈന്റെ ജാവലിൻ എനിക്ക് പ്രാക്ടീസ് കിട്ടിയില്ല. പറയൂ, ഞങ്ങളുടെ സീനിയേഴ്സ് ആണ് ഗൈസ് ഇത്. ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മൾ വ്ലോഗായിട്ടിടാം ഗൈസ്. അപ്പൊ എല്ലാവരും ഫുഡ് മേടിച്ചു ഗൈസ്. ഞങ്ങളുടെ ഫുഡ് വാങ്ങിച്ചു. അപ്പൊ ഞങ്ങളിത് കഴിക്കട്ടെ.
അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് നമുക്ക് ക്യാൻഡിൽ റേസും ലെമൺ ആൻഡ് സ്പൂണൊക്കെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഫൈനലി എനിക്ക് ലോങ് ജമ്പിന് തേർഡ് ഉണ്ടായിരുന്നു. പിന്നെ റിയയ്ക്ക് ക്യാൻഡിൽ റേസിന് തേർഡ് ഉണ്ടായിരുന്നു. വിഷ്ണുവിന് ലെമൺ ആൻഡ് സ്പൂണിന് തേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ 4 പേര് അടങ്ങിയിട്ടുള്ള റിലേ ടീം അതിന് ഞങ്ങൾക്ക് തേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇന്ന് ടോട്ടലി നമ്മൾ എല്ലാവരും ഇന്നത്തെ ആ ഒരു സ്പോർട്സ് മീറ്റ് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. സോ ഇത് നമ്മുടെ നേഴ്സസ് റിലേറ്റഡ് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഇത് കൂടാതെ കൊണ്ട് നമുക്ക് സ്പോർട്സ് ഡേയും ആർട്സ് ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ ഇടാം. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനാക്കിയിട്ട് ഞങ്ങളും നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ അവിടെയും വെയിൽ, ഗ്രൗണ്ടിൽ വെയിൽ കഴിഞ്ഞ് വന്ന് തലവേദന എടുത്തിരിക്കുമ്പോൾ ബസ്സിലും വെയിൽ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ വീട്ടിലെത്തി. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.